ഹലോ. ഇന്ന് ഞാൻ മാർക്കറ്റ് നോക്കുന്നത് തന്നെ ലേറ്റാണ്. ഇന്ന് ചെറിയൊരു തിരക്ക് കാര്യങ്ങളൊക്കെ കാരണം അപ്പോൾ ഞാൻ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആക്കാൻ തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ സംഭവം ഒരു 10 അറൗണ്ടിലാണ് ഞാൻ മാർക്കറ്റ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ എനിക്ക് കണ്ടത് മാർക്കറ്റ് ഒരു CPR നമ്മുടെ ലെവലിൽ നിന്ന് കറക്റ്റ് അവിടെ നിന്ന് ബ്രേക്ക് ഔട്ടായി താഴേക്ക് വരുന്നതാണ്. അപ്പം എനിക്കത് മിസ്സായി. അതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം വേറെ CPRൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ റീടെസ്റ്റ് ചെയ്തിട്ട് വരുന്നൊരു കാഴ്ചയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് നേരെ ഒരു സൈഡിലേക്ക് ഒരു എൻട്രി എടുക്കാൻ പോയി. എന്നിട്ട് എടുത്തത് സൈഡിലേക്ക്, അതായത് ഇന്നലെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ച ആ സൈഡിലേക്ക് ൻ്റെ സ്ട്രൈക്ക് പ്രൈസാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു മിസ്റ്റേക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും റീറ്റെയിലൊന്നും എടുത്തിട്ടില്ല. സംഭവം ഇന്ന് ആകെ ചെറിയൊരു ലോട്ടിൽ ചെറിയൊരു ട്രേഡ് എടുക്കുക, അതായത് വീഡിയോ പർപ്പസിന് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്ന് എടുത്താണ് സംഭവം. ഞാൻ മാർക്കറ്റ് അതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ മാർക്കറ്റ് നോക്കാൻ വന്നു. അപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ട്, കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനതങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻട്രി എടുത്തത് ഞാൻ നോക്കുന്നില്ല. അതിന് ശേഷമാണ് പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഓക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടാകും, ചിലപ്പോൾ ഇവിടെ നിന്ന് റീടെസ്റ്റ് എടുക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനത് നോക്കണം എത്ര പ്രോഫിറ്റാണ് എന്നുള്ളത് നോക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് സംഭവം ഇത് കാണുന്നത്. സ്ട്രൈക്ക് പ്രൈസ് മാറിക്കിടക്കുന്നത്. സിയിലേക്ക് എൻട്രി എടുത്തു. ഡയറക്ഷനിൽ ഞാൻ വ്യൂ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് എടുത്തത് സി. അപ്പോൾ ഇത്രയും വലിയൊരു മിസ്റ്റേക്ക് ഇന്നത്തെ ദിവസം പറ്റി. അപ്പം നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ മിസ്റ്റേക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം എന്തായാലും കറക്റ്റാണ്, എൻ്റെ വ്യൂവും കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ ഫോക്കസ് ചെയ്തിരിക്കുക. അപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുക, അതിൻ്റെ ഒപ്പം നമുക്ക് നമ്മളെന്താണോ ചെയ്യുന്നത് അത് 2 പ്രാവശ്യം ആലോചിച്ച് കറക്റ്റാണോ എന്നുള്ളത് ക്ലാരിഫിക്കേഷൻ വരുത്തി മാത്രം നമ്മൾ ഓരോന്ന് ചെയ്യുക. അപ്പോൾ ഇനിയും അതുപോലെ പറ്റാതിരിക്കാൻ, ഇങ്ങനത്തെ ഒരു വലിയ മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ ഞാനും ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, 2 പ്രാവശ്യം ആലോചിക്കുക, എമർജൻസിയിലൊന്നും ചെയ്യാതിരിക്കുക. നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഓരോ എൻട്രിയും എക്സിക്യൂട്ട് ചെയ്യാനും എക്സിറ്റ് ആവാനും നോക്കുക. അപ്പോൾ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ എന്നെ ഒന്ന് അറിയിക്കുക. താങ്ക് യു.